സദാചാര നിഷേധം വിമോചനമല്ല സർവനാശമാണ്. MSM 19ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി MSM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷുക്കൂർ സൊലാഹിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ വിദ്യാർത്ഥി ഘടകമായ MSM സംഘടിപ്പിക്കുന്ന 19ാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. നാളെയും മറ്റന്നാളുമായി വരാനിരിക്കുന്ന വളരെ വിശാലമായ പഠന ക്യാമ്പുകളും പഠന സെഷനുകളും കൊണ്ട് സമ്പന്നമാണ് ഈ സമ്മേളനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് ക്യാമ്പസുകളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളാണ് ഈ സലഫി നഗരിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മനുഷ്യരെ അള്ളാഹു ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചത്. കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യനെന്ന വിഭാഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നൽകി നമ്മെ സൃഷ്ടിച്ചയച്ച പടച്ചതമ്പുരാൻ ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും നമുക്ക് ചുറ്റും വെച്ചിട്ടുണ്ട്. ഭൗതികമായ ധാരാളം നിയമങ്ങളുടെ കെട്ടിക്കുടുക്കുകൾക്കിടയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നമുക്കൊരുപാട് രേഖകൾ ആവശ്യമാണ്. തിരിച്ചറിയൽ രേഖകളില്ലാതെ ജീവിക്കാൻ നമുക്ക് ഈ ലോകത്ത് സാധ്യമല്ല. വാഹനം ഓടിക്കണമെങ്കിൽ ലൈസൻസ് നമുക്ക് ആവശ്യമാണ്. ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കണമെങ്കിൽ പാസ്പോർട്ട് നമുക്ക് അനിവാര്യമാണ്. ആധാർ കാർഡുകളും തിരിച്ചറിയൽ കാർഡുകളുമില്ലാതെ ഈ രാജ്യത്തെ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കൈകളിലെ ഒരു തിരിച്ചറിയൽ രേഖയിൽ ഒരക്ഷരം, നമ്മുടെ പേരിൻ്റെ ഒരക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ അതൊന്ന് തിരുത്തുവാനും അതൊന്ന് ശരിയാക്കുവാനും ഒരുപാട് ഓഫീസുകൾ നമുക്ക് കയറിയിറങ്ങണം. എന്നാൽ മനുഷ്യരല്ലാത്ത കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. കേരളത്തിൻ്റെ മണ്ണിലേക്ക് വർഷം തോറും കടന്നു വരുന്ന ആയിരക്കണക്കിന് ഇനങ്ങളിലുള്ള ദേശാടന പക്ഷികളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 10,000കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും താഴ്വാരങ്ങളും മലമ്പാതകളും സമുദ്രങ്ങളും താണ്ടി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ദേശാടന പക്ഷികൾക്കാരും പാസ്പോർട്ട് അന്വേഷിക്കാറില്ല. അതിനാരും തിരിച്ചറിയൽ കാർഡുകളോ തിരിച്ചറിയൽ രേഖകളോ ആവശ്യപ്പെടാറില്ല. മരണത്തോടുകൂടി യാതൊരു കെട്ടിക്കുടുക്കുകളുമില്ലാത്ത ഈ പക്ഷികളും മനുഷ്യരും ഒരുപോലെയാണ് എന്നാരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവരുടെ ബുദ്ധിക്ക് സംഭവിച്ചിരിക്കുന്ന അപകടത്തെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. അങ്ങാടികളിൽ അലഞ്ഞു തിരിയുന്ന ഒരു തെരുവ് നായയും നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും മരണത്തോടുകൂടി മണ്ണോട് ചേർന്ന് അവസാനിക്കുക എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത്? ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന, 10,000കണക്കിന് മനുഷ്യരെ നാശത്തിലേക്ക് വഴി നടത്തുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ നായകന്മാർക്ക്, അല്ലെങ്കിൽ ലോകത്ത് തിന്മ വിതക്കുന്നവർക്കും ലോകത്തിനു വേണ്ടി ജീവിച്ച മഹാമനുഷ്യരും മരണത്തോടുകൂടി തുല്യരാണ് എന്നാർക്കാണ് പറയാൻ കഴിയുക? വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യരോട് പറയുന്നത് അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, വെറുതെയാണ് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? യാതൊരു കാര്യവുമില്ലാതെ, യാതൊരു ഉപകാരവുമില്ലാതെ ഒരു 40, 50, 60 വർഷത്തെ ആയുസ് തന്ന് വെറുതെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും വെറുതെയല്ല നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ്, അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാരെ, പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ പൂർത്തീകരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 കൊല്ലങ്ങൾ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ സമുദായത്തിന് നൽകിയത്. മനുഷ്യ സമൂഹത്തിന്റെ ഭരണഘടനയാണ്. അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമല്ല. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനുമല്ല മുഹമ്മദ് നബി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ, വിശുദ്ധ ഖുർആനാകട്ടെ, മുസ്ലിങ്ങളോട് മാത്രം അഭിസംബോധന ചെയ്ത ഒരു പ്രവാചകനോ ഒരു വേദഗ്രന്ഥമോ അല്ല. ലോകത്ത് മാനവരാശിക്ക് മുഴുവൻ പൊട്ടുതൊട്ടമ്മയുടെയും തട്ടമിട്ടുമ്മയുടെയും മക്കളായി ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞുപോയ, വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും വേദഗ്രന്ഥമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധന യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ്. 22-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 21-22 വചനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. യാ അയ്യുഹന്നാസ്, എന്താ യാ അയ്യുഹന്നാസ് എന്ന പദത്തിന്റെ അർത്ഥം? മുസ്ലിങ്ങളെ എന്ന് മാത്രം മുസ്ലിമീങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. അമുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവരെ, ക്രൈസ്തവരെ, സിഖുകാരെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ എന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം അഭിസംബോധന ചെയ്ത ഗ്രന്ഥമല്ല ഖുർആൻ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ എന്നാണ് ഖുർആനിന്റെ അഭിസംബോധന. ആ ഖുർആൻ തുടർന്ന് പറയുന്നത്, നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ സംവിധാനിക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ സർവേശ്വരനെയാണ് മനുഷ്യരായ നിങ്ങൾ വിളിച്ചു തേടേണ്ടത്, വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. വെറുതെ ആരും ഒരു ഔദാര്യമായി ദൈവത്തെ ആരാധിക്കേണ്ടതില്ല. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ. ആ പടച്ച റബ്ബ് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ഭൂമിയെ വിരിപ്പാക്കി തന്നവനാര? ഉരുണ്ടിരിക്കുന്ന, വേഗത്തിൽ ഉരുണ്ടുപോകുന്ന ഒരു ഫുട്ബോളിന്റെ മുകളിൽ ബാലൻസ് തെറ്റാതെ ഒരല്പസമയം കയറി നിൽക്കാൻ ആർക്കാണ് കഴിയുക? ആർക്കെങ്കിലും ഒരല്പസമയം ബാലൻസ് തെറ്റാതെ കയറി നിൽക്കാൻ കഴിയുമോ? നാം പറയും അത് ആർക്കും കഴിയില്ല. കാരണം വേഗത്തിൽ ഉരുണ്ടുപോകുന്ന ഫുട്ബോളിന്റെ മുകളിൽ ബാലൻസ് തെറ്റാതെ കയറി നിൽക്കാൻ ആർക്കാണ് സാധിക്കുക? ആർക്കും കഴിയില്ല. പക്ഷേ ഉരുണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമിയെ നമുക്കിരിക്കാനും കിടക്കാനും നിൽക്കാനും പണിയെടുക്കാനും ഉപയുക്തമായ രൂപത്തിൽ വിരിപ്പാക്കി തന്നവനാരാ? മനുഷ്യരെല്ലാവരും വിളിച്ചു തേടുന്ന മനുഷ്യ ദൈവങ്ങളാണോ? ആത്മീയതയുടെ കൊട്ടാരങ്ങൾ പണിത് ആത്മീയതയുടെ ചില്ലുകൊട്ടാരങ്ങളിൽ ഇരിക്കുന്ന ആത്മീയ തമ്പുരാക്കന്മാരാണോ? ആരാണ് നിങ്ങൾ കുരുണ്ടിരിക്കുന്ന ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ? ആകാശത്ത് നിന്ന് കോരിച്ചൊരിയുന്ന മഴത്തുള്ളികളെ വർഷിപ്പിച്ച് വരണ്ടുണങ്ങി നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്നും സസ്യലതാദികളെ മുളപ്പിച്ചു കൊണ്ടുവന്നവനാരാ? മനുഷ്യരെ, നിങ്ങൾ ആരെങ്കിലും വിളിച്ചു തേടുന്ന മനുഷ്യ ദൈവങ്ങളാണോ? ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണോ? അതല്ലെങ്കിൽ മരിച്ചുപോയവരാണോ? ആരാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മരത്തുള്ളികൾ വർഷിപ്പിച്ച് വരണ്ടുണങ്ങിക്കിടക്കുന്ന നിർജീവമായ ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ മുളപ്പിച്ചു കൊണ്ടുവന്നവൻ? ആ ദൈവത്തെയാണ് മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത്. അത് മുഹമ്മദ് നബിയുടെ ദൈവമാണ്, അത് യേശു ക്രിസ്തുവിന്റെ ദൈവമാണ്, അത് ശ്രീരാമ ചക്രവർത്തിയുടെ ദൈവമാണ്, ലോകത്ത് കഴിഞ്ഞുപോയ മഹാമനുഷ്യരുടെ ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്, വിളിച്ചു തേടേണ്ടത്. നമുക്ക് വായു തന്നവനാരാ? വെളിച്ചം തന്നവനാരാ? വെള്ളം തന്നവനാരാ? ഒരു ശ്വാസം മുട്ടലുണ്ടായി, കൊല്ലം ജില്ലയിൽ ഏറ്റവും നല്ലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നമ്മൾ അഡ്മിറ്റാക്കി. ഒരു 5 ദിവസത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ കൈകളിൽ ഒരു കടലാസ് ഒരു കവറിലിട്ട് തരും. എന്താ കവറിലുള്ള കടലാസിലുള്ളത്? 5 ദിവസം ശ്വസിച്ച വായുവിന് ആശുപത്രിയുടെ കൗണ്ടറിൽ നാം പണമടക്കണം. ആ പണം നാം 5 ദിവസം ശ്വസിച്ച വായുവിന്റെ കൂലിയായി അവർ ആവശ്യപ്പെടുന്ന പണമാണ്. എന്നാൽ നമുക്ക് എത്ര വയസ്സും? 10 വയസ്സും 20 വയസ്സും 30ഉം 40ഉം വയസ്സ് പ്രായമുള്ളവർ എൻ്റെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 40 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു സെക്കൻഡിനെങ്ങാനും നിങ്ങൾക്ക് ഈ വായു തടസ്സപ്പെട്ടിട്ടുണ്ടോ? ഒരു സെക്കൻഡെങ്ങാനും നിങ്ങൾക്ക് ഈ വായു നിങ്ങളുടെ സിട്ടാവ് തടഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും ഇക്കാലം വരെ നിങ്ങൾ ശ്വസിച്ച വായുവിന് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങൾ ഈ ശ്വസിച്ച വായുവിന് പണം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ആർക്കാണ് മനുഷ്യരെ കൊടുക്കാൻ കഴിയുമായിരുന്നത്? നമുക്കാർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമായിരുന്നോ? നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി അഖിലാണ്ട മണ്ഡലങ്ങൾ മുഴുവൻ അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപത്തെ കൊളുത്തി ആ ദീപത്തിന്റെ വെളിച്ചം ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ആസ്വദിക്കുന്നുണ്ട്. ആ ദീപത്തിന്റെ വെളിച്ചത്തിനെങ്ങാനും നമ്മളോട് പണം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ആർക്കാണ് കൊടുക്കാൻ കഴിയുമായിരുന്നത്? ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമായിരുന്നോ? ഇല്ലേ. നമുക്ക് വായു തന്നവനാണവൻ, നമുക്ക് വെള്ളം തന്നവനാണവൻ, നമുക്ക് വെളിച്ചം തന്നവനാണവൻ. വർഗീയതയില്ലാത്ത സിട്ടാവ്, വിഭാഗീയതയില്ലാത്ത സിട്ടാവ്, ജാതീയതയില്ലാത്ത തമ്പുരാൻ. അമ്പലങ്ങളുടെ പേരിലും പള്ളികളുടെ പേരിലും
ചർച്ചുകളുടെ പേരിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടാക്കി ഈ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു മത വാണിഭക്കാർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ്, ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണ്. നിങ്ങളാരും ജാതീയതയുടെ പേര് തമ്മിലടിക്കേണ്ടവരല്ല, മതങ്ങളുടെ പേര് തമ്മിലടിക്കേണ്ടവരല്ല, അതിർവരമ്പുകളുടെ പേരിലും തൊലിവെളുപ്പുകളുടെ പേരിലും തൊലി നിറങ്ങളുടെ പേരിലും തമ്മിലടിക്കേണ്ടവരല്ല. കുരിശു വരക്കുന്ന ക്രൈസ്തവനെ കാണുമ്പോൾ കാവിയൊടുക്കുന്ന ഹൈന്ദവന് ഭയം ഉണ്ടാകേണ്ടതില്ല. കാവിയൊടുക്കുന്ന ഹൈന്ദവനെ കാണുമ്പോൾ തൊപ്പി ധരിക്കുന്ന താടി നീട്ടിയ മുസ്ലിമിന് ഭയമുണ്ടാവേണ്ടതില്ല. തൊപ്പി വെച്ച മുസ്ലിമും താടി വെച്ച മുസ്ലിമും കാവിയൊടുക്കുന്ന ഹൈന്ദവനും കുരിശു വരക്കുന്ന ക്രൈസ്തവനും ഒരുമ്മയുടെയും ഒരുപ്പയുടെയും ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചൊരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ മതം ഒരിക്കലും വിഭാഗീയത പഠിപ്പിച്ചിട്ടില്ല. ഈ മതം ഒരിക്കലും മനുഷ്യരെ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിച്ചിട്ടില്ല. ഈ മതം ഒരിക്കലും മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ച് ലോകത്തിന്റെ മുന്നിൽ വിശദീകരിച്ചിട്ടില്ല. മറിച്ച് മനുഷ്യരൊന്നായി കാണാൻ പഠിപ്പിച്ച ഒരച്ഛന്റെയും ഒരമ്മയുടെയും ഒരു മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു മലർവാടിയിലെ പൂക്കളെ പോലെ വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായ പുഷ്പങ്ങളാണ് മനുഷ്യരെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച സുന്ദരമായൊരു മതദർശനം. എന്നിട്ട് മനുഷ്യരോട് ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്. ആരാണ് ദൈവത്തിന്റെ അടുക്കൽ ഉത്തമരായവർ? അത് മുഹമ്മദിന്റെ മകനാണ്, അത് ആമിനയുടെ മകളാണ് എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, മുസ്ലിം നാമധാരിയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരെന്ന് ഇസ്ലാം മനുഷ്യരോട് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം തറവാട്ടിൽ ജനിച്ചു വീണവനാണ് ഉത്തമനെന്ന് വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ദൈവത്തെ സൂക്ഷിക്കുന്നവനാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായി നാം മാറേണ്ടതുണ്ട്. നാം ജാതികളുടെ പേരിൽ തമ്മിലടിക്കേണ്ടവരല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളാക്കിയത്, കുറച്ചാളുകൾ ഇന്ത്യക്കാരാക്കിയത്, കുറച്ചാളുകളെ പാകിസ്ഥാൻകാരാക്കിയത്, കുറച്ചാളുകൾ അമേരിക്കക്കാരാക്കിയത്, കുറച്ചാളുകളെ ബ്രിട്ടീഷുകാരാക്കിയത്, കുറച്ചാളുകളെ അങ്ങ് യൂറോപ്യന്മാരാക്കിയത്, അങ്ങ് അറബികളാക്കിയത്, അനറബികളാക്കിയത്, മൂക്ക് നീണ്ടവരും മൂക്ക് കുറുകിയവരും വെളുത്തവരും കറുത്തവരും കാപ്പിരികളുമാക്കി വ്യത്യസ്ത ജനവിഭാഗങ്ങളാക്കി മനുഷ്യരെ മാറ്റിയത് തമ്മിലടിക്കാനല്ല, അമ്പലങ്ങളുടെ പേരിലും ചർച്ചുകളുടെ പേരിലും പള്ളികളുടെ പേരിലും കലാപങ്ങൾ ഉണ്ടാക്കാനല്ല. ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാനായി. അത് അമേരിക്കക്കാരനൊരു പ്രത്യേക സ്ഥാനം, ഇന്ത്യക്കാരനൊരു പ്രത്യേക സ്ഥാനമില്ലായ്മ, അത്തരമൊരു നിലപാട് മതം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന, മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണാൻ പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലേക്ക് തൗഹീദുമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിതം മുഴുവൻ മനുഷ്യരാശിക്ക് മാതൃകയാണ്. പ്രവാചകന്റെ ജീവിതത്തെ അനാവരണം ചെയ്യുമ്പോൾ ആക്ഷേപിക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയുമോ ആരാണ് ആ പ്രവാചകനെന്ന്? ആ പ്രവാചകന്റെ ജീവിതം കാരുണ്യത്തിന്റെ നിറകുടമായി, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹദീസ് ഗ്രന്ഥങ്ങളുടെ താളുകൾ പരതുമ്പോൾ, പ്രവാചകന്റെ ജീവിതത്തെ അനാവരണം ചെയ്യുമ്പോൾ യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ പറഞ്ഞേക്കുന്ന സുന്ദരമായൊരു ചരിത്രമുണ്ട്. പ്രവാചകന്റെ സൈന്യം യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ ഒരൽപ്പം വഴിമാറി സഞ്ചരിക്കാൻ ആ സൈന്യത്തോട് റസൂലുള്ളാഹി ആവശ്യപ്പെടുന്നു. വഴിമാറി സഞ്ചരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തിനാണ് വഴിമാറി സഞ്ചരിക്കേണ്ട ആവശ്യം? ഉറുമ്പിൻ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഉറുമ്പിൻ പറ്റങ്ങളുടെ യാത്ര പോകുന്ന വഴിയാണ്, ഉറുമ്പിൻ കൂട്ടങ്ങളുടെ സഞ്ചാര വഴിയാണ്. നിങ്ങളുടെ യാത്ര ഉറുമ്പിൻ കൂട്ടങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാകരുത് എന്ന്, ഉറുമ്പിന്റെ ജീവിതത്തിന് പോലും നിങ്ങളുടെ യാത്ര തടസ്സമാകരുതെന്ന്, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാൻ പാടില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ ജീവിതത്തെ എങ്ങനെയാണ് ഭീകരതയുടെ വക്താവായെന്ന് അദ്ദേഹം എന്ന് ലോകത്തിന് പറയാൻ കഴിയുക? ഒരിക്കലും അത് പറയാൻ കഴിയില്ല. ഈ ഉറുമ്പുജാലങ്ങളോട് മാത്രമല്ല, പർവ്വജാലങ്ങളോട് കരുണ കാണിച്ച പ്രവാചകൻ പക്ഷിക്കുഞ്ഞെടുത്തുകൊണ്ട് വന്ന സഖാവിനോട് അതിനതിന്റെ കൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വെക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെ ഒരു പക്ഷിജാലത്തിന്റെ വേദന പോലും സഹിക്കാനാവാത്ത ആ പ്രവാചകൻ എങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നവനായി ഇന്ന് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നു? അത് സാമ്രാജ്യത്വം ഈ സമൂഹത്തിനിടയിലേക്ക് അടിച്ചുവിടുന്ന ഒരു അവിശ്വാസമാണ്, ഒരു അനാവശ്യ പ്രചരണമാണ് എന്ന് തിരിച്ചറിയാനുള്ള പക്വതയാണ്
എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർക്ക്, സഹോദരികൾക്കുണ്ടാവേണ്ടത് ഈ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ലോകത്തിന്റെ മുന്നിൽ ആ പ്രവാചകൻ ആരാണെന്ന് വിശദീകരിച്ചു കൊടുക്കാനുള്ള ദൗത്യ നിർവഹണമാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി ഘടകം ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് മദ്യപിച്ചും വ്യഭിചരിച്ചും പലിശ വാങ്ങിയും അതുപോലെ തന്നെ എല്ലാ സദാചാര നിഷേധങ്ങളിലും ജീവിതത്തെ സദാചാര ലംഘനങ്ങളിലും ജീവിതത്തെ തളച്ചിടാൻ വേണ്ടിയുള്ള ഒരു യാത്രയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിനൊരു അന്ത്യമുണ്ട്. എങ്ങനെയാണത് കടന്നു വരിക? ആർക്കാണ് പറയാൻ കഴിയുക? എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹിതന്മാർക്ക് നാം ധരിച്ച ഈ വസ്ത്രം അഴിച്ചു മാറ്റാൻ കഴിയുമെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? ഈ കൂട്ടത്തിലിരിക്കുന്ന എത്ര ആളുകൾക്ക് ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകുമെന്ന് പറയാൻ കഴിയുന്നവരുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിൽ നാടുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ക്യാമ്പസുകളിൽ പഠിക്കുന്നവർ എൻ്റെ മുന്നിലുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിൽ പഠിച്ച സഹോദരങ്ങളുടെ ജനാസകളുമായി നമ്മൾ പള്ളിക്കാടുകളിലേക്ക് നടന്നു പോയിട്ടില്ലേ? ആ മക്കളെ, നമ്മുടെ കൂട്ടുകാരെ ആറടി മണ്ണിലേക്ക് നമ്മൾ യാത്ര പറഞ്ഞയച്ചിട്ടില്ലേ? നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മളോടൊപ്പം കളിച്ചു നടന്നിരുന്ന, നമ്മളോടൊപ്പം ക്യാമ്പസുകളിലെ തമാശകൾക്ക് കൂടി തന്നിരുന്ന, നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന നമ്മുടെ ആ കൂട്ടുകാർ ആരോടും അനുവാദം ചോദിക്കാതെ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞ് തിരിച്ചുപോയില്ലേ? ആർക്കാണ് പറയാൻ കഴിയുക? മരണമെന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറയാൻ കഴിയുന്ന ആരാണ് ഈ സദസ്സിലുള്ളത്? എത്രയെത്ര വാഹന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, എത്രയെത്ര അപകടങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നു. ദുബൈയിൽ എയർപോർട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് പറന്നു പൊങ്ങിയ ഒരു വിമാനം സ്വീകരിക്കാൻ വന്ന് 179ഓളം രക്ഷിതാക്കൾ ആളുകളുണ്ടായിരുന്നു, ബന്ധുമിത്രാദികളുണ്ടായിരുന്നു. വാപ്പമാര് കൊണ്ടുവന്ന ചോക്ലേറ്റ് മിഠായികൾ കൈകളിൽ വാങ്ങാൻ വന്നവർ, വാപ്പമാര് കൊണ്ടുവന്ന കളിക്കോപ്പുകൾ കൈകളിൽ വാങ്ങണമെന്ന് ആഗ്രഹിച്ചവർ, ഒരുപാട് കാലം കാത്തിരുന്ന മക്കളെ കാണാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ, എയർപോർട്ടിന് ചുറ്റും ഒരുമിച്ച് കൂടിയ മാതാപിതാക്കൾക്ക് മുന്നിൽ, സുഹൃത്തുക്കൾക്ക് മുന്നിൽ, ഭാര്യമാർക്ക് മുന്നിൽ, മക്കൾക്ക് മുന്നിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്ന് വാപ്പ ഇറങ്ങി വന്ന്, തങ്ങളുടെ രക്ഷിതാവ് ഇറങ്ങി വന്ന് കൈകളിൽ ചോക്ലേറ്റ് മിഠായികൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മക്കളുടെ കൈകളിൽ കരിക്കട്ടകളുമായി, വാപ്പയാരാണെന്ന് തിരിച്ചറിയാനാവാത്ത കരിക്കട്ടകളുമായി വീടുകളിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന ചരിത്രങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മരണമെന്ന് പറയുന്നത് എപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കഴിയുക എന്ന് പറയാൻ കഴിയുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ആർക്കും അത് പറയാൻ കഴിയില്ല. ആർക്കും വിശദീകരിക്കാനാവാത്ത, ആർക്കും പറയാനാവാത്ത, ആർക്കും നിർവചിക്കാനാവാത്ത, ആരുടെയും ജീവിതത്തിൽ ക്ലിപ്തപ്പെടുത്താനാവാത്ത ഒരു നിമിഷമായി മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് കടന്നു വരുന്നതിന് മുമ്പായി ജീവിതത്തെ നന്മയിലൂടെ വഴി നടത്താൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളിലാണ് നാം ഏർപ്പെടേണ്ടത്. വിദ്യാർത്ഥി തലമുറകൾ എന്ന് പറയുന്നത് നല്ലൊരു തണൽ മരത്തെ പോലെ സമൂഹത്തിന് മുഴുവൻ തണൽ നൽകുന്ന നല്ലൊരു തണൽ മരമായി നമുക്ക് മാറാൻ കഴിയണം. നമ്മളെ കല്ലെറിയുന്നവർക്ക് ഫലം നൽകുന്ന, കല്ലെറിയുന്ന കുട്ടികൾക്ക് പഴം നൽകുന്ന ഒരു മാവ് മരത്തെ പോലെ അതിനെ കല്ലെറിയുന്ന കൂട്ടുകാർക്ക് മാങ്ങ നൽകുന്ന, അതിൽ കൂടുകൂട്ടാൻ കടന്നു വരുന്ന കിളികൾക്ക് കൂടുകൂട്ടാനുള്ള അവസരം നൽകുന്ന, തണൽ കൊള്ളാൻ കടന്നു വരുന്ന മനുഷ്യർക്ക് തണൽ നൽകുന്ന, ആ മരത്തെ വെട്ടുവീഴ്ത്താൻ ഒരു മഴവുമായി കടന്നു വരുന്ന മരം വെട്ടുകാരന് താഴെ വീഴുവോളം തണൽ നൽകുന്ന നല്ല തണൽ മരമായി ആകാശത്ത് മുഴുവൻ പന്തലിച്ചു നിൽക്കുന്ന, ഭൂമിയിലേക്ക് ആഴത്തിൽ വേരാണ്ടുപോയ ഒരു നല്ലൊരു മരത്തെ പോലെ, ആ മരത്തെ പോലെയായിത്തീരുന്ന വിദ്യാർത്ഥികളായി മാതാപിതാക്കൾക്ക് ഗുണം നൽകുന്ന, സമൂഹത്തിന് ഗുണം നൽകുന്ന, അധ്യാപകർക്ക് ഗുണം നൽകുന്ന, നാട്ടുകാർക്ക് നന്മ നൽകുന്ന, സമുദായത്തിന് നന്മ നൽകുന്ന നല്ലൊരു തണൽ മരമായി മാറാൻ കഴിയുന്ന ഒരാത്മവിശ്വാസമാണ് ഇത്തരം സംഗമങ്ങളിൽ നിന്ന് നാം ഏറ്റെടുക്കേണ്ടതും നമുക്ക് ലഭിക്കേണ്ടതും. മാത്രമല്ല, ഈ ദൗത്യ നിർവഹണമാണ് MSM ഈ സമൂഹത്തിന് നൽകിയത്. നാളെ മുതൽ ഇവിടെ ആരംഭിക്കുന്ന പഠന സെഷനുകൾ, ഇവിടെ ആരംഭിക്കുന്ന പഠന ക്ലാസുകൾ, ഇവിടെ ആരംഭിക്കുന്ന പഠന സംവിധാനങ്ങൾ കേരളത്തിൽ ആയിരക്കണക്കിന് ക്യാമ്പസുകളിൽ മാറ്റത്തിന്റെ പരിവർത്തനം മുഴക്കിയ, മാറ്റത്തിന്റെ മാറ്റൽ മുഴക്കിയ, മദ്യം കൈകളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത കൂട്ടുകാരുടെ കൈകളിൽ നിന്ന് മദ്യത്തിന്റെ കുപ്പികൾ എടുത്തു മാറ്റാൻ പ്രേരണ നൽകിയ ഒരു വിശ്വാസമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആരോടും വിദ്വേഷത്തിന്റെ പ്രഖ്യാപനങ്ങളില്ല, ഇവിടെ ആരോടും വിരോധത്തിന്റെ പ്രഖ്യാപനങ്ങളില്ല, ഇവിടെ ആരോടും സംഘടനകളില്ല, ഇവിടെ ആരോടും മോശപ്പെട്ട വർത്തമാനങ്ങളും മോശപ്പെട്ട ആശയങ്ങളുടെയും കൈമാറ്റങ്ങളില്ല. മറിച്ച് മനുഷ്യരെ മനുഷ്യനാക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തെ മനുഷ്യത്വത്തിനുള്ളതാക്കി തീർക്കുന്ന നന്മയുടെ ദർശനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് സമ്മാനിച്ചത്. കേരളത്തിലെ ജനലക്ഷങ്ങൾക്ക് തണൽ നൽകിയ ഒരു മഹാപ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന വസ്തുത നാം മറന്നുപോകാൻ പാടില്ല. കേരളക്കരയിലെ മനുഷ്യർക്ക് തണൽ നൽകിയ
വിദ്യാഭ്യാസ രംഗത്ത് ഇല്ലായ്മകൾ ജീവിച്ച സമൂഹത്തിന്, ഇല്ലായ്മകൾ ജീവിച്ച ഒരു സമുദായത്തിന് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ സുന്ദരമായ ഒരു പാത വെട്ടിത്തുറന്നു കൊടുത്ത മഹത്തായ പാരമ്പര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അവകാശപ്പെടാനുള്ളത്. അങ്ങ് തിരുവനന്തപുരത്തിന്റെ സെക്രട്ടറിയേറ്റ് നിൽക്കുന്ന സ്ഥലം മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സമ്പത്തായിരുന്നു. ഈ സമൂഹത്തിന് വേണ്ടി നൽകി കേരളത്തിന്റെ മണ്ണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയ മഹാപണ്ഡിതന്മാരുടെ പിന്തലമുറയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അനാഥ മക്കളെ സംരക്ഷിക്കാൻ അനാഥാലയങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ആതുരാലയങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അശരണർക്കും അത്താണി നഷ്ടപ്പെട്ടവർക്കും അത്താണിയായി വർത്തിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം അഥവാ മുജാഹിദ് പ്രസ്ഥാനം എന്ന ഈ വിദ്യാർത്ഥി ഘടകത്തിന്റെ മാതൃഘടകം എന്ന വസ്തുത എന്റെ സഹോദരങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ അബുൽ കലാം ആസാദിന്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും ഈ മൊയ്ദ് മൗലവിയുടെയും കട്ടലശ്ശേരി മുഹമ്മദ് മൗലവിയുടെയും അടക്കുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാനായകന്മാരുടെയും ഈ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന് നായകത്വം നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാരുടെയും പിന്തലമുറയാണ് സലഫി പ്രസ്ഥാനം എന്ന വസ്തുത നാം മറന്നുപോകാൻ പാടില്ല. മുസ്ലിം സംഘടിത ശക്തി, മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കെ എം മൗലവിയെ പോലെ, കെ എം സീതി സാഹിബിനെ പോലെ, ഇ കെ മൗലവിയെ പോലെ, പോക്കർ സാഹിബിനെ പോലെ കേരളത്തിന്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന മുസ്ലിം നവോത്ഥാന നായകന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തറവാടുകളിൽ ജീവിച്ച് കഴിഞ്ഞുപോയവരാണ് എന്ന വസ്തുതയും ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പാരമ്പര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അവകാശപ്പെടാനുള്ളത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടതില്ല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലും സമാദരണീയനായി വർത്തിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ബ്രിട്ടീഷ് പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ബ്രിട്ടീഷുകാരുടെ കോടതി മുറി കോഴിക്കോട് മുതലക്കുളം മൈതാനിയുടെ എതിർവശത്തുള്ള പട്ടാളപ്പള്ളിയുടെ തൊട്ട് സമീപത്തായിരുന്നവരുടെ കോടതി ഉണ്ടായിരുന്നത്. ഉസൂർ കച്ചേരി എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാരൻ്റെ ജഡ്ജി മുഹമ്മദ് അബ്ദുറഹ്മാനോട് ചോദിച്ചു, മുഹമ്മദ് അബ്ദുറഹ്മാൻ, താങ്കൾ എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചത്? അബ്ദുറഹ്മാൻ സാഹിബ് അതിന് മറുപടി പറഞ്ഞില്ലേ? ചോദ്യം ബ്രിട്ടീഷുകാരൻ ജഡ്ജി ആവർത്തിച്ചു, എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചത്? അബ്ദുറഹ്മാൻ സാഹിബ് അതിന് മറുപടി പറഞ്ഞില്ലേ? മൂന്നാമതും ചോദ്യം ആവർത്തിച്ചു, മുഹമ്മദ് അബ്ദുറഹ്മാൻ, എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തിരിഞ്ഞു എന്ന് പറഞ്ഞ മറുപടി, കൊടുങ്ങല്ലൂരിലെ മാപ്പിള തറവാട്ടിൽ ജനിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ ഈ രാജ്യത്തിന്റെ വായുവും ഈ രാജ്യത്തിന്റെ വെള്ളവും ഈ രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമാണ്, ഒരു മുജാഹിദാണ്. എന്നാൽ താങ്കൾ എങ്ങനെയാണ് കടലിനക്കരെ നിന്ന് എൻ്റെ രാജ്യത്തിന്റെ അധികാര കസേരയിൽ കയറിയിരുന്നത് എന്നെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് താങ്കളോട് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ഞാൻ എന്തിന് താങ്കളോട് മറുപടി പറയണം? ഞാൻ എന്തിനാണ് താങ്കളോട് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോ ബ്രിട്ടീഷുകാരന്റെ കോടതി മുറിയിൽ അന്ന് കയറിക്കൂടിയ ഖാൻ ബഹാദൂർമാരും ഇവിടുത്തെ നാട്ടുപ്രമാണിമാരും ആർത്തു ചിരിച്ചു. കാരണം മുഹമ്മദ് അബ്ദുറഹ്മാന് തലക്ക് സുഖമില്ല എന്നവർ പറഞ്ഞു. ബ്രിട്ടീഷുകാരൻ ജഡ്ജിയോടാണ് കയർത്ത് സംസാരിക്കുന്നത്. പട്ടാളപ്പള്ളിയിൽ നിന്ന് ലോഹർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തു. ബാങ്ക് കേട്ടപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞു, എനിക്ക് നമസ്കരിക്കണം. ആളുകളെ കാർത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഇത് പട്ടാളപ്പള്ളിയുടെ പള്ളി വരാന്തയല്ല, ബ്രിട്ടീഷുകാരന്റെ കോടതി മുറിയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ മറുപടി, മുഹമ്മദ് അബ്ദുറഹ്മാൻ നമസ്കരിക്കാൻ പട്ടാളപ്പള്ളിയുടെ പള്ളി വരാന്ത വേണ്ട, ബ്രിട്ടീഷുകാരന്റെ നെഞ്ചത്തും കയറി മുഹമ്മദ് അബ്ദുറഹ്മാൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പാരമ്പര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ മണ്ണിൽ അവകാശപ്പെടാനുള്ളത്. എന്ന് മാത്രമല്ല, KPCCയുടെ യോഗം നടക്കുമ്പോൾ EMS നമ്പൂതിരിപ്പാട് KPCCയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് KPCCയുടെ പ്രസിഡന്റ് പദവിയിലിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനും KK എളപ്പനും E മാധവ മേനോനും അതുപോലെ KP കേശവ മേനോനും അടങ്ങിയ KPCCയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റിന്റെ മുന്നിൽ മാത്രം ചില ദിവസങ്ങളിൽ ഭക്ഷണം വെക്കാറില്ല. എന്താ കാരണം എന്നറിയോ? KPCCയുടെ പ്രസിഡന്റിന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പായിരുന്നു. ചില നേരങ്ങളിൽ യോഗം നടക്കുമ്പോൾ അധ്യക്ഷനെ കാണാറില്ല, ആരും അന്വേഷിച്ചു പോകാറില്ല. E മാധവ മേനോനും KK എളപ്പനും KP കേശവ മേനോനും അടങ്ങിയ KPCCയുടെ അന്നത്തെ നേതൃത്വ നിര അന്വേഷിച്ചു പോകാറില്ല. എന്താ കാരണം? KPCCയുടെ പ്രസിഡന്റ് ബാങ്ക് കൊടുത്തപ്പോൾ ജമാഅത്ത് നമസ്കരിക്കാൻ പോയതാണ് എന്ന് സഹപ്രവർത്തകർക്കറിയാമായിരുന്നു. അങ്ങനെ ജീവിതം കൊണ്ടൊരു സമൂഹത്തെ നയിച്ച, ജീവിതം കൊണ്ടൊരു സമുദായത്തെ നയിച്ച
മഹാമനീഷികളുടെ ത്യാഗപൂർണമായ പരിശ്രമമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി ഈ രാജ്യത്തെ മനുഷ്യർക്ക് സമാധാനം നൽകുന്ന വർഗീയതയും വിഭാഗീയതയും ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാ അധമവിശ്വാസങ്ങളും പറിച്ചെറിഞ്ഞ് മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന, മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കുന്ന, മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണാൻ കഴിയുന്ന നല്ല ഒരു നിലപാടിലേക്ക് ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന വലിയൊരു ദൗത്യവുമായിട്ടാണ് ഇത്തരം പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എൻ്റെ വാക്കുകൾ എനിക്ക് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സ്നേഹിതന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാളെ മുതൽ നടക്കാനിരിക്കുന്ന, നാളെ രാവിലെ 8:30 മണി മുതൽ ആരംഭിക്കാനിരിക്കുന്ന പഠന ക്യാമ്പുകൾ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് ക്യാമ്പസുകളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ ഈ സലഫി നഗരിയിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ കൊല്ലം ജില്ലയിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ വിദ്യാർത്ഥിനികളോട്, സ്നേഹിതന്മാരോട്, നാളെയും മറ്റന്നാളും വരെ നീണ്ടു നിൽക്കുന്ന ഈ പഠന സംവിധാനത്തിൽ, ഈ വിജ്ഞാന സാഗരത്തിൽ, ഈ വിജ്ഞാനത്തിന്റെ കുളിർത്തന്നൽ ആസ്വദിക്കാൻ നിങ്ങളെ മുഴുവൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. എല്ലാ നന്മകളിലും നമ്മുടെ സിട്ടാവ് നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ അധത്വങ്ങളിൽ നിന്നും നമ്മളെ ആ സിട്ടാവ് രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.